സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ, അതായത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, നന്നായിട്ട് പണിയെടുക്കണം. ആരാണ് പണിയെടുക്കേണ്ടത്? ഞാനോ നിങ്ങളോ ആണോ പണിയെടുക്കേണ്ടത്? ഞാനും നിങ്ങളും ഒക്കെ പണിയെടുത്തു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടിയും സാധിക്കും. എന്നാൽ സമ്പത്ത് ഉണ്ടാക്കാൻ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ശരിക്കും സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ, അതായത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ പണിയെടുക്കേണ്ടത് പണമാണ്. നമ്മുടെ കൈവശമുള്ള പണത്തിനെ പണിക്ക് വിട്ടാണ് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്ങനെയാണ് പണത്തിനെ പണിക്ക് വിടുക? പണത്തിനെ പണിക്ക് വിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, നമ്മുടെ കൈവശമുള്ള പണത്തിനെ ഏറ്റവും മികച്ച രീതിയിൽ ഹൈ റിട്ടേൺ കിട്ടുന്ന ഇടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള നിക്ഷേപ ഇടങ്ങളിൽ ഏറ്റവും മുൻനിരയിലാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ സ്ഥാനം. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വളരെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനിടയിൽ വളരെ വലിയ വർധനവാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ ഉണ്ടായത്. നിരവധി ആളുകൾ നിലവിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് പുതിയ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് നിക്ഷേപവുമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റൊരു സംഭവം ഇതിനപ്പുറത്തുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളോട് അകലം പാലിക്കുന്നവരാണ്. അവർക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചൂതാട്ടമാണ്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊണ്ട് കളയാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ്. ഇതൊക്കെ അവരുടെ വിശ്വാസം. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളിൽ പലരും ആ ഒരു വിഭാഗത്തിൽ പെട്ടവരുമായിരിക്കും. ശരിക്കും എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ? വളരെ വലിയ നഷ്ടങ്ങളാണോ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരെ കാത്തിരിക്കുന്നത്? മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ റിസ്ക് ഉണ്ടോ? റിസ്ക് ഉണ്ടെങ്കിൽ എത്രത്തോളമാണ്? റിസ്ക് ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ഈ റിസ്കിനെ മറികടന്ന് ഏറ്റവും മികച്ച രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഈ കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായി, ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്നാണ് ഉത്തരം. റിസ്ക് ഉണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത് പണം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയുള്ള ഒരു ഇടമല്ലേ, ഇതൊരു ചൂതാട്ടമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നോ എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലുള്ള റിസ്ക് എങ്ങനത്തെ റിസ്ക് ആണ്, അത് എത്രത്തോളമാണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു 3 കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് റിസ്ക്. പ്രത്യേകിച്ചും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ മാർക്കറ്റ് റിസ്ക് എന്ന സംഗതി ഉള്ളത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവയാണ്. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുകളിലോട്ട് തന്നെയാണ്. എന്നാൽ നേർരേഖയിൽ മുകളിലോട്ട് പോവുകയല്ല അവ ചെയ്യുന്നത്. ഇങ്ങനെ കയറിയും ഇറങ്ങിയും ഒക്കെയാണ് അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2020 COVID-19 പാൻഡമിക്കിന്റെ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ കുത്തനെ വീണു. ആ ഒരു സമയത്ത് ആനുപാതികമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ NAVയും താഴോട്ട് പോയി. ഏതാണ്ട് 30% ഒക്കെയാണ് താഴോട്ട് പോയത്. അതായത് ആ ഒരു സമയത്ത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ 30% ഒക്കെ കുറവുണ്ടായി. പക്ഷെ ആ ഒരു കുറവ് ആ ഷോർട്ട് ടൈമിൽ മാത്രമായിരുന്നു. കോവിഡ് കഴിഞ്ഞു, മാർക്കറ്റ് വീണ്ടും ശക്തമായിട്ട് മുകളിലോട്ട് വന്നു. ഒപ്പം ആരും വന്നു? മ്യൂച്വൽ ഫണ്ടിന്റെ NAVയും മുകളിലോട്ട് കയറി വന്നു. നിക്ഷേപകർക്ക് അതിനിരട്ടി, നഷ്ടപ്പെട്ടതിന് ഇരട്ടി നേട്ടം ഉണ്ടാവുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ സംഗതി ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റോങ് ടൈമിങ്. മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയാൽ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം പോലും തിരിച്ചു കിട്ടിയില്ല എന്ന് വരും. ഇപ്പൊ സപ്പോസ് ഇപ്പോൾ ഒരാൾ 1 ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ വീണു, എന്തോ പ്രശ്നമുള്ളത് കൊണ്ട്. അതോടൊപ്പം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ NAVയും താഴേക്ക് പോയി, ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂവും താഴോട്ട് പോയി. അത് ഏതാണ്ട് ഒരു 80,000 രൂപ വരെ എത്തി. അപ്പോൾ തന്നെ ഇയാൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പേടിച്ചു. ഇനിയും താഴേക്ക് പോകും, എൻ്റെ 1 ലക്ഷം പൂജ്യമായി പോകും എന്നൊക്കെ പേടിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു? ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ആ എമൗണ്ട് അങ്ങോട്ട് പിൻവലിച്ചു. 1 ലക്ഷം ഇട്ടയാളാ എത്ര പിൻവലിച്ചത്? 80,000 കിട്ടിയുള്ളൂ. ഇദ്ദേഹമൊക്കെ പറയും മ്യൂച്വൽ ഫണ്ട് പണം കളയാൻ വേണ്ടിയുള്ള ഇടമാണ് എന്ന്. ഷോർട്ട് ടൈമിലെ ഇത്തരം ഇറക്കങ്ങൾ കണ്ട് പാനിക്കായിട്ട് സെല്ലിംഗ് നടത്തി കഴിഞ്ഞാൽ, ഇവിടെ കറക്റ്റ് അല്ലാത്ത സമയത്താണ് സെല്ലിംഗ് നടത്തിയത്, അതുപോലെ ഷോർട്ട് ടൈമിൽ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് വിറ്റ് ഒഴിവാക്കി, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം ഉറപ്പാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൂന്നാമത്തേത്. അതിങ്ങനെയാണ് റോങ് ഫണ്ട് സെലക്ഷൻ. ഒരുപാട് ആളുകൾ ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാ, എനിക്കൊരു SIP സ്റ്റാർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരു നല്ല ഫണ്ട് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്.
ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ 45-ൽ പരം മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്, AMCകളുണ്ട്, അനേകം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ഉണ്ട്. ഇതിൽ ഏത് സ്കീമാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്കീമും നല്ലതാണ്, ഒന്നും അങ്ങനെ മോശമൊന്നും അല്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ സ്കീമുകളും എല്ലാ ഫണ്ടുകളും എല്ലാവർക്കും യോജിച്ചതല്ല. ഓരോ ആളുകളുടെയും ഏജ്, റിസ്ക് എടുക്കാനുള്ള ശേഷി, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എയിം, എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം ഓരോരുത്തരും അവരവർക്ക് യോജിച്ച ഫണ്ടിൽ അല്ലെങ്കിൽ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് യോജിക്കുന്ന ഫണ്ട് ആയിരിക്കില്ല വിക്രമന് യോജിക്കുന്ന ഫണ്ട്, അതായിരിക്കില്ല മൊയ്തീന് യോജിക്കുന്ന ഫണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് യോജിക്കുന്ന ഫണ്ടിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫണ്ട് സെലക്ഷൻ. ചുമ്മാ ഏതെങ്കിലുമൊക്കെ ഫണ്ടിൽ കയറി തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നഷ്ടം സംഭവിച്ചിട്ട് മ്യൂച്വൽ ഫണ്ട് പണം കളയാനുള്ള ഇടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട്. എന്നാൽ ഈ റിസ്കിനെ റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തി നല്ല നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. നമ്പർ 1 ഇതാണ്, ഇൻവെസ്റ്റ് ഫോർ ലോങ് ടൈം. സത്യം മനസ്സിലാക്കുക, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്കുള്ളതാണ്. ഷോർട്ട് ടൈമിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഇടമല്ല മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ലോങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ എല്ലാവരും പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ 3 ഇയർ എബോവിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താവുന്നതാണ്. എന്നാൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ 5 ഇയർ ആണ്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ക്ലയൻറ്റിന് അദ്ദേഹം 5 വർഷത്തിൽ കൂടുതലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഫണ്ടുകൾ കൊടുക്കാറുള്ളൂ. 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 കൊല്ലത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവ്. സോ അറിയുക, മനസ്സിലാക്കുക, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കേണ്ടത് ലോങ് ടൈമിലേക്കാണ്. ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ ആവശ്യം വന്നേക്കാവുന്ന പണം ഇടാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമല്ല മ്യൂച്വൽ ഫണ്ട്. ഇനി രണ്ടാമത്തെ സംഗതി ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നമ്മുടെ കയ്യിലുള്ള പണം മുഴുവനും ഒരൊറ്റ ഫണ്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് മണ്ടത്തരമാണ്. എന്ന് വെച്ച് ഒരുപാട് ഫണ്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് അതിനേക്കാൾ വലിയ മണ്ടത്തരമാണ്. ഒറ്റ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ കുറവാണ്. ഒരുപാട് ഫണ്ടിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓവർ ഡൈവേഴ്സിഫിക്കേഷനായി. ഇനി ചെറിയ എമൗണ്ടുകൾ മാത്രം SIP ചെയ്യുന്നവർ, ചെറിയ എമൗണ്ടുകൾ മാത്രം ലംസം ചെയ്യുന്നവർ ഒരൊറ്റ ഫണ്ടിലൊക്കെ ചെയ്താൽ മതിയാകും. അത് അത്തരത്തിലുള്ള ഫണ്ടുകളിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സപ്പോസ് ഒരാൾ, അയാളുടെ 10 ലക്ഷം രൂപയുണ്ട്, 2 കൊല്ലം കഴിഞ്ഞ് ആവശ്യമുള്ള 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപ ഏതോ ഒരു സ്മോൾ ക്യാപ് ഫണ്ടിൽ കൊണ്ടോ നിക്ഷേപിച്ചു. പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഈ സ്മോൾ ക്യാപ് ഫണ്ടിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഭയങ്കര റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുപോയി തട്ടി. വൻ നഷ്ടം ഇദ്ദേഹത്തിന് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മണ്ടത്തരമാണ്. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടേക്ക് ആൻ അഡ്വൈസ്. നിങ്ങളിപ്പം 500 1000 ഒക്കെ SIP ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് എങ്കിൽ നിങ്ങൾ തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല, സാരമില്ലെന്ന് വിചാരിക്കാം. എന്നാൽ നിങ്ങൾ വ്യക്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കൺസൾട്ടന്റിനെ സമീപിക്കുക. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേണി അവസാനിക്കുന്നത് വരെ അവരുടെ ഒരു സപ്പോർട്ട്, അവരുടെ ഒരു അഡ്വൈസ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കൂടി അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.